ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി നടത്തിയ ബയോളജി ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സമയം കളയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചോദ്യം ശ്രദ്ധിക്കുക, എന്താണ്? വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ദ ടെസ്റ്റിസ് ആർ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി സ്കോട്ടം? നമുക്കറിയാം, മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ ഈ പറയുന്ന സ്പേം ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റിസ് ആണ്, അല്ലെ? സ്പേമും അതേപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റിസ് ആണ്, നമുക്കറിയാം, അല്ലെ? ആ ടെസ്റ്റിസ് പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കോർട്ടം എന്ന് പറയുന്നത്. സോ സ്കോർട്ടം എന്ന് പറയുന്നത് സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന? ഈ പറയുന്ന ടെസ്റ്റിസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ സ്കോർട്ടത്തിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്കോർട്ടം സഹായിക്കുന്നത്? ആൻസർ ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ആണോ? അല്ല. ടു ഫെസിലിറ്റേറ്റ് ഈസിയർ ഹോർമോൺ സെക്രീഷൻ അതുമല്ല. ടു അലോ പ്രോപ്പർ മിക്സിംഗ് ഓഫ് സ്പേം ആൻഡ് യൂറിൻ അതുമല്ല. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ടു ഫെസിലിറ്റേറ്റ് സ്പേം ഫോർമേഷൻ ആസ് ഇറ്റ് റിക്വയർഡ് എ ലോവർ ടെമ്പറേച്ചർ ദാൻ ബോഡി ടെമ്പറേച്ചർ. നമുക്കറിയാം, നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഫാരൻഹീറ്റ് ആണ്. നമ്മുടെ ഈ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ താഴ്ന്ന താപനിലയാണ് സ്പേംസിന്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ളത്, അല്ലെ? അതുകൊണ്ട് തന്നെ സ്പേം പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ളത് ഈ പറയുന്ന നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ താഴ്ന്ന താപനിലയാണ്, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ടെസ്റ്റിസസ് ഈ സ്കോർട്ടം എന്ന് പറയുന്ന സാക്കിനുള്ളിലെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. Which of the following is a part of central nervous system? നെർവൽ സിസ്റ്റത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സെൻട്രൽ നെർവൽ സിസ്റ്റം എന്നും രണ്ട് പെരിഫറൽ നെർവൽ സിസ്റ്റം എന്നും, അല്ലെ? നെർവൽ സിസ്റ്റത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. സെൻട്രൽ നെർവൽ സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും, അല്ലെ? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന ബ്രെയിൻ, അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്? സ്പൈനൽ കോഡ്, അല്ലെ? ബ്രെയിനും സ്പൈനൽ കോഡും സെൻട്രൽ നെർവൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ്, അല്ലെ? അപ്പൊ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗം ഏതാണ് എന്നുള്ളതാണ്. ഒരു ഡൗട്ടും വേണ്ട. പാൻക്രിയാസും സ്റ്റൊമക്കും ലിവറും ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്ന ആൻസർ സ്പൈനൽ കോഡാണ്. പാൻക്രിയാസ് നമുക്കറിയാം മിക്സ്ഡ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. അതായത് പാൻക്രിയാസ് ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് പാൻക്രിയാസിനെ നമ്മൾ മിക്സ്ഡ് ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. എൻസൈം എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസുമാണ്. സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് എൻസൈമുകളിൽ ഒന്നാണ് HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ലിവർ സെക്രീറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ബൈല്. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന നോൺ എൻസൈം ആണ് ബൈല്. ഫാറ്റിന്റെ ഡൈജഷൻ അല്ലെങ്കിൽ കൊഴുപ്പിന്റെ ഡൈജഷന് വേണ്ടി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ബൈൽ എന്ന് കൂടി മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, നെക്സ്റ്റ്. വൈ ഡു വി കണ്ടിന്യൂ ബ്രീത്ത് ഈവൻ വെൻ വി ആർ സിറ്റിംഗ് ഓർ സ്ലീപ്പിംഗ്? നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സപ്ലൈ ഓക്സിജൻ ഫോർ ദ ലൈഫ് പ്രോസസ്, അല്ലെ? നമ്മുടെ ലൈഫ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ബ്രീത്തിങ്ങിന്റെ ഉദ്ദേശം എന്ന് തന്നെ. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, അല്ലെ? നെക്സ്റ്റ് ചോദ്യം. What is the main structural component of plant cell wall? പ്ലാന്റ് സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ കമ്പോണന്റ്. നമുക്കറിയാം, പ്ലാന്റ് സെല്ലിന് എന്തുണ്ട്? സെൽ വാൾ ഉണ്ട്. അടുത്തടുത്തുള്ള രണ്ട് പ്ലാന്റ് സെല്ലുകൾക്കിടയിലുള്ള മൈന്യൂട്ട് പോർ, അടുത്തടുത്തുള്ള രണ്ട് പ്ലാന്റ് സെല്ലുകൾക്കിടയിലുള്ള ആ മൈന്യൂട്ട് പോറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലാസ്മോഡെസ്മേറ്റ എന്ന് മനസ്സിലാക്കുക. പ്ലാസ്മോഡെസ്മേറ്റ. ഓക്കെ, എന്താണ് മനസ്സിലാക്കുക? പ്ലാസ്മോഡെസ്മേറ്റ എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്ലാസ്മോഡെസ്മേറ്റ, അല്ലെ? അത് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്ലാന്റ് സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ്.
അല്ലെ? പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ് പ്ലാന്റ് സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അടുത്തത്, വൈ ഈസ് പ്രാക്ടീസിങ് സേഫ് സെക്സ് ഇമ്പോർട്ടന്റ് ഫോർ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്? അല്ലെ, സേഫ് സെക്സ്, അതായത് നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന സെക്സിൽ അല്ലെങ്കിൽ സെക്ഷൽ ഇന്ററാക്ഷനിലൂടെ സെക്ഷൽ ഡിസീസുകൾ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ പകരാനുള്ള സാധ്യതയുണ്ട്. അല്ലെ, HIV പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട്. അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന സേഫ് സെക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അല്ലെ, ഇറ്റ് പ്രിവെന്റ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ലൈക്ക് HIV വളരെ ഇമ്പോർട്ടന്റ് ആണ്. എയ്ഡ്സിന്റെ ഫുൾ ഫോം അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം. എയ്ഡ്സ് പരത്തുന്ന വൈറസ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അല്ലെ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV പരത്തുന്ന വൈറസ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ എയ്ഡ്സ് ഡേ December 1 എന്ന് മനസ്സിലാക്കുക. എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയിൽ എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് എന്ന് കൂടി മനസ്സിലാക്കുക. എയ്ഡ്സ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഏത് WBCC ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഫോസൈറ്റുകളാണ്. ലിംഫോസൈറ്റുകളെയാണ് എയ്ഡ്സ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ലിംഫോസൈറ്റുകളെയാണ് എയ്ഡ്സ് പ്രധാനമായിട്ട് ബാധിക്കുന്നതെന്ന് കൂടി വ്യക്തമായിട്ട് പഠിച്ചോളുക. നല്ലൊരു ചോദ്യമാണ്. അടുത്തത്, the emergence of new plant from seed under favorable environment condition is termed as. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, അല്ലെ, ബേസിക് ആയിട്ടുള്ള ചോദ്യം. ഇതിലധികം സയൻസിന്റെ നോളജ് ഒന്നും വേണമെന്നില്ല. ഒരു വിത്തിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഫെർട്ടിലൈസേഷൻ ആണോ? അല്ല. പോളിനേഷൻ ആണോ? അല്ല. ഫോട്ടോസിന്തസിസ് ആണോ? അല്ല. ജെർമിനേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ എന്താണ്? ഈ പറയുന്ന സ്പേമും ഓവവും കൂടി ഫ്യൂസ് ചെയ്യും. ആ സ്പേമും ഓവവും കൂടി ഫ്യൂസ് ചെയ്യുന്ന പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. പോളിനേഷൻ എന്താണ്? പോളൻ ഗ്രെയിൻസ് ഉണ്ട്, അല്ലെ? ആന്തറിൽ കാണപ്പെടുന്ന പോളൻ ഗ്രെയിൻസ്, അല്ലെ, കാറ്റുകൾ വഴി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പിസ്റ്റിൽ വന്ന് പതിക്കുന്നു. നമ്മുടെ പിസ്റ്റിലുള്ള സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുന്നു. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. Transfer of pollen grains from anther to stigma, that process is called pollination. പോളൻ ഗ്രെയിനുകൾ മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ആന്തറിൽ നിന്ന് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള നമ്മുടെ പിസ്റ്റിലിന്റെ സ്റ്റിഗ്മയിലേക്ക് വന്ന് പതിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. ആ പോളിനേഷൻ സഹായിക്കുന്ന ഏജന്റുകൾ പോളിനേറ്റിംഗ് ഏജന്റുകൾ. ഫോട്ടോസിന്തസിസ് എന്താണെന്നറിയാം. അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും ഉപയോഗിച്ച് ഗ്രീൻ പ്ലാന്റുകൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസ് C6H12O6 ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. ക്ലിയർ അല്ലേ? ബേസിക് ലെവൽ ചോദ്യമാണ്. ഒരു ജനറൽ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അടുത്തത്, a simple permanent tissue that provide mechanical support and flexibility to plant parts such as stem and tendrils. അല്ലെ, സ്റ്റെമ്മിനും ടെൻഡ്രിൽസിനും മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? സൈലം അല്ല, പാരൻകൈമയല്ല. കോളൻ ഗെയിം ഹൗസ് ക്ലിയർ ഗെയിം നമുക്ക് ഒഴിവാക്കാം. ആൻസർ എന്തായിരിക്കും വരുന്നത്? കോളൻ ഗെയിമാണ് ആൻസർ പ്രധാനമായിട്ടും വരുന്നത്. സോ ചോദ്യം ഇതാണ്, എന്താണ്? മെക്കാനിക്കൽ സപ്പോർട്ട്, ഫ്ലെക്സിബിലിറ്റി, മെക്കാനിക്കൽ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കോളൻ ഗെയിമുകളാണ്. സൈലവും ഫ്ലോയവും എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ്? പെർമനന്റ് ടിഷ്യൂസിൽ വരുന്ന കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് ആണ് സൈലവും ഫ്ലോയും, അല്ലെ? വാട്ടർ, ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് സൈലവും, ഇലകൾ പ്രിപ്പയർ ചെയ്യുന്ന ഗ്ലൂക്കോസ് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ഫ്ലോയവുമാണ്, അല്ലെ? പാരൻകൈമ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള സസ്യഭാഗങ്ങളിലാണ് പാരൻകൈമ കാണപ്പെടുന്നത്. കോളൻ കൈമയാണ് ഇവിടെ ആൻസർ വരുന്നത്. ഈ പാരൻകൈമ തന്നെ രണ്ട് തരത്തിലുണ്ട്, പഠിച്ചോളുക. ഒന്ന് എന്ന് പറയുന്നത് എയറൻ കൈമ, രണ്ട് ക്ലോറൻ കൈമ. കോളൻ അല്ല, ക്ലോറൻ കൈമ. എയറൻ കൈമ എന്ന് പറയുമ്പോൾ എയർ ഫില്ലായിട്ടുള്ള ഈ ഇന്റർ സെല്ലുലാർ സ്പേസ്, രണ്ട് സെല്ലുകൾക്കിടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഇന്റർ സെല്ലുലാർ സ്പേസ്. ആ ഇന്റർ സെല്ലുലാർ സ്പേസിൽ എയർ ഫില്ലായിട്ടുള്ള തരം പാരൻകൈമകളെ എയറൻ കൈമ എന്ന് വിളിക്കുന്നു. അത് ഈ പറയുന്ന ജലത്തിൽ ഉള്ള സസ്യങ്ങളാണ് പ്രധാനമായിട്ടും എയറൻ കൈമകൾ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ക്ലോറോഫിൽ ഉള്ള പാരൻകൈമകളെയാണ് ക്ലോറൻ കൈമ, കോളൻ കൈമ അല്ല, ക്ലോറൻ കൈമ എന്ന് പറയുന്നത്. കണ്ടോ? അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റഡ് ആയിട്ട് വരണുണ്ട്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം.
ടിഷ്യൂ പ്രസന്റ് അറൌണ്ട് ദ എഡ്ജ് ഇൻ ലാറ്ററൽ മാനേഴ്സ് ആൻഡ് ഗിവിംഗ് റൈസ് ടു ഗ്രോത്ത് ആൻഡ് ഗ്രിഡ്ത്ത് ഓഫ് സ്റ്റെം. അല്ലെ, ആദ്യം ഒരു കൺസെപ്റ്റ് പഠിക്കും. പ്രധാനപ്പെട്ട ടിഷ്യൂസ്: എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുമ്പോൾ ടിപ്പിന്റെ, റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും ടിപ്പിന്റെ ഹൈറ്റ് കൂടാൻ സഹായിക്കുന്നത് ഈ പറയുന്ന എപ്പിക്കൽ മെരിസ്റ്റമാണ്. ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും ലാറ്ററൽ സൈഡിൽ കാണപ്പെടുന്നുണ്ട്. അത് തിക്നെസ് കൂടാൻ സഹായിക്കുന്ന ലാറ്ററൽ മെരിസ്റ്റമാണ്. ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഇന്റർനോഡുകൾക്കിടയിൽ കാണപ്പെടുന്നുണ്ട്. അത് എന്തിനു സഹായിക്കുന്നുണ്ട്? ആ ലെങ്ത് കൂടാൻ സഹായിക്കുന്നുണ്ട്. ഇന്റർനോഡുകളുള്ള പ്ലാന്റ്സിൽ ലെങ്ത് കൂടാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ചോദ്യം എന്താണ്? ഗ്രിഡ്ത്ത് കൂടാൻ സഹായിക്കുന്ന ലാറ്ററൽ മെരിസ്റ്റം ആണ് അല്ലെ. ചോദ്യം എന്താണ്? അറൌണ്ട് ദ പ്രസന്റ് അറൌണ്ട് ദ എഡ്ജ് ആൻഡ് ലാറ്ററൽ മാനേഴ്സ് ആൻഡ് ഗിവിംഗ് റൈസ് ടു ഗ്രോത്ത് ആൻഡ് ഗ്രിഡ്ത്ത് ഓഫ് സ്റ്റെം. ഗ്രിഡ്ത്ത് കൂടാൻ സഹായിക്കുന്ന ക്യാമ്പിയം അല്ല, എപ്പിക്കൽ അല്ല, വെർട്ടിക്കൽ മെരിസ്റ്റം അല്ല, ലാറ്ററൽ മെരിസ്റ്റം ആണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നല്ലൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം അല്ലെ, വൈ ആർ ഓട്ടോട്രോപ്സ് പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ? ഓട്ടോട്രോപ്സ് നമുക്കറിയാം, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളവരാണ് ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. ആഹാരത്തിന് വേണ്ടി ഈ പറയുന്ന ഓട്ടോട്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ നമ്മൾ ഹെറ്ററോട്രോപ്സ് എന്ന് വിളിക്കും. ഹെറ്ററോട്രോപ്പിനെ ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ ഉൾപ്പെടുത്താൻ കാരണം എന്താണ്? ബിക്കോസ് ദേ മാനുഫാക്ചർ ഫുഡ് ഫ്രം ഓർഗാനിക് സബ്സ്റ്റൻസ്. ഓർഗാനിക് സബ്സ്റ്റൻസിൽ നിന്ന് അവർ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴി ഫുഡ് നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെന്തെന്ന് വിളിക്കുന്നത്? ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക അല്ലെ. അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ്, നോക്കാം. ചേരുംപടി ചേർക്കുകയാണ്. എയറോബിക് റെസ്പിറേഷൻ. ഓക്സിജൻ ആവശ്യമായിട്ടുള്ള റെസ്പിറേഷനാണ് നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. റിക്വയർസ് ഓക്സിജൻ. അനൈറോബിക് റെസ്പിറേഷൻ എന്താണ്? അനൈറോബിക് റെസ്പിറേഷൻ അവിടെ ഓക്സിജൻ ആവശ്യമല്ല അല്ലെ, ഡസ് നോട്ട് റിക്വയർഡ് ഓക്സിജൻ. അതുകൊണ്ടാണ് അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? പൈറുവേറ്റ് ബ്രേക്ക് ഡൗൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ അല്ലെ. പൈറുവേറ്റ് ബ്രേക്ക് ഡൗൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ അതേതാണ്? അത് നടക്കുന്ന എവിടെ വെച്ചാണ്? ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന മൈറ്റോകോൺട്രിയയിൽ വെച്ചും. ഗ്ലൂക്കോസ് ബ്രേക്സ് ഡൗൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ് സൈറ്റോപ്ലാസം അല്ലെ. അതായത് നമ്മുടെ ഗ്ലൈക്കോളിസിസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് എയറോബിക്കും അനൈറോബിക് റെസ്പിറേഷനൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടോ നല്ല ചോദ്യങ്ങളാണ്. അതായത് കൺസെപ്റ്റ് അറിയാവുന്ന കൺസെപ്റ്റ് ബേസിലുള്ള ചോദ്യങ്ങളും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ചോദ്യങ്ങളുമാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. കണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. കണ്ടോ? അത്യാവശ്യം നല്ല വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റാണ്. കണ്ടോ? അത്യാവശ്യം നല്ല വേക്കൻസീസ് ഉള്ളൊരു പോസ്റ്റാണ്. നല്ലൊരു അവസരമാണ്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ എക്സാം ക്രാക്ക് ചെയ്യാം. സോ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉള്ളത്. സോ നിങ്ങൾക്ക് ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുത്. അപ്പോൾ മറ്റൊരു സെക്ഷനുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആൻഡ് താങ്ക് യു സോ മച്ച്.